ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തതോ? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെയിരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്സ് ശങ്കർ. കം ഓൺ, ബ്രീഫ് മീ. സർ, ഇത് MP അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. MP അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ്. വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു 3 വാൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സാർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. MP അദ്ദേഹത്തിന്റെ ഫാദറിലോ ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. Bring them back. ഈ 2 ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണമെന്ന്. What do you mean? What I said. And why the damned injured sort of firearms? Look, Mr. Collector, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. And don't try to impose. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം. Like hell you know. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിന് റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ, അതും പോരാൻ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയിം ഓൺ യു മിസ്റ്റർ. വാ പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ, ഇഡിയറ്റ്. സർ, ഓഫീസർ, സർ, യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് grown through it. Sir, now come on, take charge. Sir, come on, advance. Mr. Joseph, Now get the hell out of my way. Come on. Now come on, all of you. Go on. Take position. Come on, move. ഉറുപ്പേ, വരുന്നു. ഹലോ, അതെ, ഇതാ കൊടുക്കുന്നു. ലോറൻസ് മാഷാ കൊച്ചിന്. അലക്സാണ്ടർ, ഇത് കണ്ടോ? അലക്സാണ്ടർ, ലാൽ സലാം കണ്ടോന്ന്? ആ, പത്രം കണ്ടില്ലേ? അത്രയൊക്കെ തന്നെ ഞാനും അറിഞ്ഞുള്ളൂ. ഇല്ല, മോനെ നേരിട്ട് ലൈനിൽ കിട്ടിയില്ല ഇതുവരെ. എവിടുന്നെങ്കിലും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ സോൺ DIG വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇല്ലില്ല, 15ന് ഞാൻ ഉണ്ടാവില്ല. ഒരു ജാപ്പനീസ് ടീം വരുന്നു നമ്മുടെ ചെമ്മീൻ ഫാമിലേക്ക്. ഓ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈർക്കൽ പാർട്ടികൾ വന്നില്ലേലും നിങ്ങൾ വലിയേട്ടനും ചെറിയേട്ടനും ഇടം വലം നിന്നങ്ങ് വിപ്ലവം നടത്തിക്കളഞ്ഞാ മതിയല്ലോ. പിന്നെന്താ? ആ, 19 വെച്ചോ, ഞാൻ ഉണ്ടാവും. റൈറ്റ്. ഉറുപ്പേ, ഡയറിയിൽ നോട്ട് ചെയ്തോണം. 19 ലേസൺ കമ്മിറ്റി. ഞാൻ പോയില്ല. രാജ്യസഭ പിരിഞ്ഞ് സദാശിവൻ നാളെ ഡൽഹിയിൽ നിന്ന് വരും. അയാള് പോയാ മതി എന്ന് പറയണം കമ്മിറ്റിക്ക്. ആ, പിന്നെ ട്രോളിംഗിൻ. നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ. നിങ്ങൾ ആ ഫോൺ എടുത്ത് ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കുഞ്ഞിന്റെ വിവരം എന്നതാണെന്നോ ഒന്ന് അന്വേഷിക്കാൻ. എന്തോന്ന് അന്വേഷിക്കാൻ? അവൻ എന്തെങ്കിലും പറ്റിയോന്നോ? എടി, അവൻ അവന്റെ ജോലിയായി ചെയ്യുന്നത്. ഇതെന്തായാലും അപ്പച്ച സൗണ്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സിമ്പിൾ ഒന്നുമല്ല.
കണ്ടില്ലേ, കളക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്ന്. എന്റെ ഈശോ മാതാവേ, ഇവനെ ചൊല്ലി എന്നും ഇങ്ങനെ തീ തിന്നാനാണ് എന്റെ ഒരു തലവിധി. എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. അച്ചമ്പട്ടത്തിന് പഠിക്കാൻ ഞാൻ സെമിനാരിയെ കൊണ്ടാക്കിയ കുഞ്ഞ, ഒടുവി ദേ ഇപ്പൊ ആളെ കൊന്നതിന്റെ പേരിൽ ഈശോ എനിക്ക് വയ്യേ. അയ്യോ അയ്യോ എന്റെ കർത്താവേ. ഇനിയിപ്പൊ പ്രഷർ ഷൂട്ട് ചെയ്യും, പാൽപിറ്റേഷൻ വരും. കൊച്ചേ, നീ ആ ഗുളികയിൽ ഒരെണ്ണം എടുത്ത് അവിടെ നാക്കിന്റെ അടിയിലിട്ടോടെ. ദേ, നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം. കുറിപ്പേ, ഇയാളാ കൊച്ചുപത്രാസിന്റെ അരമനയിലോട്ട് വിളിച്ചിട്ട് ഈ കുന്ത എന്റെ മുറിയിലോട്ട് കുത്തിയതാ. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ കയ്യും കാലും ധരിക്കുന്നു. എഴുന്നേറ്റ് പോക്ക് ശേഷം മനുഷ്യൻ ഇവിടെ ആദ്യം ധരിക്കുമ്പോഴാ എന്റെ ഒരു മുട്ടുകുത്തി പ്രാർത്ഥന. നോക്കി നിന്ന് നിൽക്കാതെ വിളിച്ച് കുത്തി താടാ കുറിപ്പേ. എനിക്കെന്റെ ഓർമ്മയുണ്ടോടോ, നമ്മള് ചങ്ങങ്കരിക്കടവിന്ന് ഫിഷിംഗ് ബോട്ടെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി 10-40 കൊല്ലം കഴിഞ്ഞിട്ടും വല്ല മാറ്റം ഉണ്ടോടോ ഈ സാധനത്തിന്? അല്ലാതെ അപ്പച്ച, ഓപ്പോസിറ്റ് ക്യാൻസൽ ആണെങ്കിലും CM-നെ മറ്റു വിളിച്ചിട്ട് അപ്പച്ചന് സിറ്റുവേഷൻ ഒന്ന് ചോദിക്കായിരുന്നു. ഓഹോ, എടോ കുറുപ്പേ, താൻ മണിപ്പാലെന്ന് വിളിച്ചു ചോദിച്ച ഇവിടെ ക്ലാസ് എന്നാ തുടങ്ങുന്നേന്ന്. ഇവിടെ നിന്നാലേ ഇവള് ശരിയാകത്തില്ല. അതല്ല അപ്പച്ച, ഇച്ചായന്റെ സ്വഭാവം ഓർത്തിട്ടാ ഞാൻ. ആ, അതാണ് പ്രശ്നം. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, പൊളിറ്റിക്കൽ ക്ലൗട്ട് വെച്ച് ഇക്കാര്യത്തിന് അപ്പച്ചൻ മുഖ്യമന്ത്രി അപ്രോച്ച് ചെയ്താൽ നിന്റെ ചേട്ടനത് പൊറുക്കുമെന്ന്? നോ. നൗ ഡോണ്ട് ബോദർ മോളെ. ഹി വിൽ മാനേജ് ബൈ ഹിംസെൽഫ്. ഹി ഈസ് മൈ സൺ. സർ, the ministers are approaching. ജംഗ്ഷൻ പാസ് ചെയ്തു. Don't you shout. ചെവിയൊക്കെ അവിടെ എനിക്ക്. Stupid over smart. എവിടെ പോയി കിടക്കുന്നുണ്ട് കളക്ടർ? ആ, അല്ല സാർ, ഇങ്ങേർക്ക് ഈ സമയത്തിന് വന്ന്. Shut up. ഓ, നമസ്കാരം. എന്നെ ഉണ്ട കാണാനാണോ താൻ ഇവിടെ കിടന്ന് ഇടിക്കുന്നേ? എവിടെ ചെന്നാലും അതെ, കാലിനിടയിൽ കയറി അങ്ങ് വിരയിക്കോളും. ക്ഷമിക്കണം സാറേ, മന്ത്രിക്ക് ഒരു അലജി കൊടുക്കാനാ സ്വാതന്ത്ര്യ സമര പെൻഷന്റെ. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആട്ടെ, അമ്മാവന് ഏതിനാ പോയത്? ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ ദണ്ഡിയാത്രയ്ക്കോ? പരീക്ഷിക്കുകയാണോ? അല്ലടോ, തനിക്ക് ഞാനൊരു താമ്രപത്രം തരാൻ പോവാ. കൊണ്ട് പോടും അയാൾ പൂനാങ്ങിൽ ഒരു സ്വാതന്ത്ര്യ സമരം. സാർ, സാർ, ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഇദ്ദേഹം ഒന്ന് ഇറങ്ങണം. ഗസ്റ്റ് ഹൗസാ? ഓ, പത്മനാഭ, മുണ്ടും പോയ. നാളത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരുവാടെ. അയ്യോ, എന്റെ പൊന്നു പിള്ളത്തേക്ക് ഒന്നാക്ഷ അശുദ്ധാക്കാതെ. എന്തു പറ്റി? ആരാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? ആരും ഉപദ്രവിച്ചല്ല സാറേ, പെൻഷന്റെ ഒരു അലജി കൊടുക്കുന്നതിനിടയിൽ തിരക്കപ്പെട്ടു പോയതാ. സാരമില്ല, എഴുന്നേക്കാം. ഹർജിയിൽ എന്തായിരുന്നാലും ശരി, നമുക്ക് ശ്രമിക്കാം. എന്നെ വന്ന് കണ്ടാ മതി. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ ജില്ലാ കളക്ടറാണ്. ഓ ഓ ഓ. ഇത് വെച്ചോളൂ.
വേണ്ട, അതൊന്നും ശരിയാവില്ല. ഔദാര്യമായിട്ടല്ല, പെൻഷൻ പണം കിട്ടുമ്പോ തിരിച്ചു തന്നോളൂ. ഇപ്പൊ ഇതൊരു സഹായമായിട്ട് കൂട്ടിയാൽ മതി. കോൺസ്റ്റബിൾ സാർ. കുടിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം. എവിടെയായാലും ശരി. ശരി സാർ. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നമുക്ക് ശരിയാക്കാം. Come on. മന്ത്രിമാർ സംഭവസ്ഥലം സന്ദർശിക്കുന്നില്ലേ സർ? ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ MP. അദ്ദേഹം കൂടി എത്തണം. അദ്ദേഹത്തിന്റെ ആണല്ലോ. അല്ല ശങ്കർ, എവിടെയോ ജില്ലാ കളക്ടർ? സത്യം പറയാമല്ലോ സാർ, നോ ഐഡിയ. അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങള് 3-4 പേര് ഓടിപ്പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും. ബ്യൂറോക്രസി ആൾവേസ് ഹാസ് ഇറ്റ്സ് ലാഗ്. അല്ലേ പിള്ള ചേട്ടാ? ഓ, Excuse me. വന്നല്ലോ. Good morning, madam. ഗുഡ് മോർണിംഗ്. Good morning, sir. മിസ്റ്റർ ജോസഫ് അലക്സ്, Sir. യു ആർ ലേറ്റ്. Sir, I was... നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന 3 അക്ഷരത്തേക്ക് തൂക്കം വരുവിടോ ജനപ്രതിനിധിക്ക്. ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ്. പ്ലീസ് സർ, ദാ ഈ വേഷം കണ്ടല്ലോ. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ we were at the right spot. റയറ്റ് സ്പോട്ട്, ഒലക്കയുടെ മൂട്. എന്നാത്തിനാടോ ലേലസ്ഥലത്ത് എന്നാത്തിനാടോ കളക്ടർ പോലീസിന്റെ നെഞ്ചത്ത് കയറാണോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ, ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എമ്പോക്കികള്, അവരോട് മതി വേലാ തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. ഇപ്പോഴെന്തോ തന്റെ നാക്കകം കുഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയോ? Sir, Mr. John Varghese. സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ ഇവരുടെ മുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ലോ എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാനൊടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്തണോടുന്നു. നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. നോ, വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.